വിസ തട്ടിപ്പിനെ തുടർന്ന് നാദാപുരം സ്വദേശിയായ യുവാവ് സൗദിയിൽ കുടുങ്ങിയ കേസിൽ നടപടി പോലീസ് വൈകിപ്പിക്കുന്നെന്ന് പരാതി. കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ മാനേജ്മെന്റ് സർവീസിനെതിരായ പരാതിയിലാണ് മെല്ലെപ്പോക്ക്. സെപ്റ്റംബറിൽ പരാതി നൽകിയ കേസിൽ പരാതിക്കാരന്റെ മൊഴി കഴിഞ്ഞ ദിവസം കസബ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. നാദാപുരം സ്വദേശി ഹൃതിക് ഇലക്ട്രീഷ്യൻ ജോലിയെന്ന് പറഞ്ഞാണ് ഇന്റർനാഷണൽ മാനേജ്മെന്റ് സർവീസ് എന്ന റിക്രൂട്ടിംഗ് ഏജൻസി വഴി സൗദിയിലെത്തുന്നത്. എന്നാൽ പറഞ്ഞ ജോലിയോ ശമ്പളമോ ലഭിക്കാതെ സൗദിയിൽ കുടുങ്ങിയ ഹൃതികിനെ ജില്ലാ പഞ്ചായത്ത് അംഗം VP ദുൽകിഫിൽ ഇടപെട്ടാണ് നാട്ടിലെത്തിച്ചത്. സെപ്റ്റംബറിൽ നാട്ടിലെത്തിയ ഹൃതിക് ഉടൻ പോലീസിൽ പരാതി നൽകിയെങ്കിലും AMSന്റെ ഉടമകളെ ചോദ്യം ചെയ്യാനോ നടപടിയെടുക്കാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. അവർ വിളിക്കുന്ന അർജന്റ് ഇതുവരെ ഇങ്ങോട്ട് കോൾ 2 മാസമായിട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേരം അവർ കേസ് നോക്കുന്നതല്ല. ഹൃതികിനെ പോലെ നിരവധി പേർ തട്ടിപ്പിനിരയായി സൗദിയിലുണ്ടെന്നും പോലീസ് അടിയന്തര പ്രാധാന്യം നൽകണമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ VP ദുൽകിഫിൽ ആവശ്യപ്പെട്ടു. ഒരുപാട് കുട്ടികൾ ഇതേപോലെ പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഒരുപാട് പേർ ഇവർ പറയുന്നത് ഇലക്ട്രീഷ്യൻ വർക്ക് എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ അവിടെ പോയിട്ട് കുട്ടികളെ ബാത്റൂമൊക്കെ കകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഈ സ്ഥാപനത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിച്ചെങ്കിൽ ഇനിയും ഇതേപോലെയുള്ള ഹൃതികുമാർ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയാണ് കസബ പോലീസിന് കൈമാറിയിരിക്കുന്നത്. അന്വേഷണം നടക്കുകയാണെന്ന് കസബ പോലീസ് അറിയിച്ചു. മീഡിയ 1 കോഴിക്കോട്.